വെരി ഗുഡ് മോൾ. അല്ലെങ്കിൽ എന്റെ കുടല് കരിഞ്ഞതിന്റെ മണമായിരിക്കും. ആഹാരം കഴിക്കുമ്പോൾ അറപ്പുള്ള കാര്യങ്ങൾ പറയല്ലേ. ഓ മറിയേ, ഒരു ഇഷ്ടം ചിക്കനെങ്കിലും എനിക്ക് തരും. തനിക്ക് എന്റെ സ്വഭാവം അറിയത്തില്ല. ബാക്കി ബിരിയാണി വേണ്ടെന്ന് വെക്കും. കൈയിട്ട എച്ച് കഴിഞ്ഞ് മോത്തടിക്കുവേ. ഞാൻ വിശന്ന് പൊരിഞ്ഞ വയറുമായിട്ടിരിക്കുമ്പോ നിനക്ക് എങ്ങനെ ചിക്കൻ ബിരിയാണി വാരി വലിച്ച് കേട്ടാൻ തോന്നും മറിയേ? യു ആർ എ സാഡിസ്റ്റ്. മെസ്സിന്റെ ഷെയർ രൂപ തരുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ തുടരും. പിന്നെ ഈ വെള്ളം മാത്രം എന്തിനാ എന്റെ മുമ്പിൽ വെച്ചു? ഷെയർ രൂപ തന്നില്ലെങ്കിൽ തനിക്ക് ഞാൻ എന്തെങ്കിലും തരട്ടെ. ഈ കുടിവെള്ളം നിഷേധിക്കാൻ ഞാൻ സർക്കാരല്ല. ഐ എം എ ഹ്യൂമൻ ബീങ്. കുന്തിരി. ഓ തള്ള. രണ്ടുപേരും ഊണുകൾ തന്നെ. അല്ല മച്ചി, ഇത് ബിരിയാണിയാ. തള്ളക്ക് വരാൻ കണ്ടൊരു നേരം. അല്ലേ ക്ലിണ്ടാപ്പിക്ക് ബിരിയാണി ഇട്ടല്ലേ? കൊള്ളാം. ബിരിയാണി ഇഷ്ടമില്ലാത്ത ഒരാള്. അമ്മച്ചി കേട്ടോ, 3 പൊതി ബിരിയാണി വാങ്ങിച്ചേ. 2 എണ്ണം ഞങ്ങൾക്ക്, 1 അമ്മച്ചിക്കും. വിശപ്പൊന്നും വന്ന് ആദ്യം 1 എടുത്തങ്ങ് തിന്നേ. 2ാമത് അമ്മച്ചിക്ക് വെച്ച് എടുത്തങ്ങ് തിന്നണം. കുഷ്ടപ്പായല്ലേ? നാളെ എന്റെ മറിയാ കൊച്ചുകൊണ്ടുവരുന്ന ബിരിയാണി എനിക്കരണം കേട്ടാ. എന്റെ പൊന്നമ്മച്ചി, വേണ്ട ഓളെ സത്യം ഞാൻ വിളിച്ചു. അയ്യോ, ബിരിയാണി കഴിച്ചിട്ട് വെള്ളം കുടിച്ചില്ല കേട്ടാ അമ്മച്ചി. ഈ വെള്ളം കൊടുക്കാൻ പറ്റി. മറിയേ, നീ കൊടും ക്രൂരിയാണ്. എടോ, വെറും വയറ്റിൽ കിടന്നാൽ തനിക്ക് ഉറക്കം വരില്ലല്ലോ എന്ന് കരുതിയാണ് തന്നെ കൊണ്ട് ഞാൻ വെള്ളം കുടിപ്പിച്ചത്. ഓ ജീസസ്, ഈ ലോകത്താർക്കും ഒരു ഉപകാരം ചെയ്തുകൂടാ. എന്തൊരു മനുഷ്യരപ്പാ. നീ കണ്ടോ മറിയേ, എന്നെങ്കിലും എന്റെ ബിരിയാണിയും പൂക്കും. എടോ, ഈ ലോകത്തെ എല്ലാ പിശുക്കന്മാരും വെള്ളം ഇറങ്ങാതെയാണ് ചത്തിട്ടുള്ളത്. ഞാൻ പിശുക്കനോ ലുബ്ധനോ ഒന്നും അല്ല മറിയേ. ഇത് 3000 രൂപയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതും കൈ വെച്ചോണ്ടാ ഞാൻ നിനക്ക് ചെലവിന്റെ ഷെയർ തരാതിരുന്നത്. പക്ഷെ ഇത് ലുബ്ധോ നിന്നെ പറ്റിക്കാനോ ആയിരുന്നില്ല. എല്ലാ 5-ാം തീയതിയും വീട്ടിലേക്ക് 3000 രൂപ അയക്കാറുണ്ട്. മണി ഓർഡർ ചാർജ് ഇല്ലാതിരുന്നോണ്ടാണ് ഞാനിത് അയക്കാത്തത്. തന്റെ ചിലവ് കഴിഞ്ഞിട്ടല്ലേടോ താൻ വീട്ടിലേക്ക് അയക്കുന്നത്? ഇതിന്ന് ചെലവിനെടുത്താൽ അയക്കല് വീണ്ടും നീളും. ഭർത്താവ് മരിച്ച ഒരു സഹോദരിയും 2 കുട്ടികളും, 2 അനിയത്തിമാര് പഠിക്കുന്നവരുണ്ട്. പിന്നെ അമ്മ, അമ്മയുടെ അമ്മ, അവരുടെ അമ്മ ഒക്കെ കൂടി പ്രശ്നങ്ങളാണ് വീട്ടിലെ കാര്യം. ഇത് ചെല്ലാൻ വൈകിയാ പിന്നെ പറയാൻ വേണ്ട. ഇതും വെച്ചോണ്ട് ഇന്നലെ വരെ ഞാൻ നിന്റെ ചെലവിലാണ് ആഹാരം കഴിച്ചിരുന്നത്. എന്നോടൊന്നും തോന്നരുത് മറിയ. താൻ എന്താ ആവശ്യമുള്ള കാശ് എന്നോട് ചോദിക്കാതിരുന്നേ? ഓ, അല്ലാതെ തന്നെ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ. കൊള്ളാം. ഇത്രേ ഉള്ളോ? വന്നേ, വരാൻ വാ. അവിടെ ഇരിക്കെ. തനിക്കുള്ള ബിരിയാണി. താൻ എന്താ എന്നെ കുറിച്ച് കരുതിയേ? തന്നെ പട്ടിണി കിട്ടിട്ട് ഞാനിത് തിന്നുവന്നോ? കഴിച്ചാ? മറിയക്ക് എന്നോട് യഥാർത്ഥത്തിൽ ലവ് ഉണ്ട്. തനിക്കിപ്പോ ലവ് വേണോ ബിരിയാണി വേണോ? തൽക്കാലം ബിരിയാണി. എന്നാ കഴിച്ചോ. ലവ് ബിരിയാണി. എന്താ ലവ് ബിരിയാണി? കൊള്ളാം. മുട്ട വെള്ളം കുടിച്ചോ. മുട്ട